ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുക്കാട്ടുപടിക്ക് തൊട്ടടുത്ത്, അതായത് പുക്കാട്ടുപടിയിൽ നിന്ന് വെറും 450 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ 4 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള ഒരു വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്യുവർലി റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ, ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. പുക്കാട്ടുപടിയിൽ നിന്ന് 450 മീറ്റർ. അപ്പൊ ബസ് റൂട്ടിന് നോക്കുവാണെങ്കിലോ വോക്കബിൾ ഡിസ്റ്റൻസ് വെറും 150 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും ആലുവയിലേക്ക് 7, എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ. നമ്മുടെ ഈ വീടിന്റെ രണ്ട് സൈഡിലും വഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫ്രീഡം കിട്ടുന്ന സ്ഥലത്താണ് വീടിരിക്കുന്നത്. ലെഫ്റ്റും ഫ്രണ്ടും നമുക്ക് ഓപ്പൺ ആയിട്ട് റോഡാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എലിവേഷന്റെ രണ്ട് ഭാഗങ്ങളും നല്ല ഭംഗിയായിട്ട് കാണാവുന്ന രീതിയിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷൻ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ്, നല്ല കളർ കോമ്പിനേഷനിലാണ് പെയിന്റിങ്സ് വന്നിരിക്കുന്നത്. ആവശ്യത്തിന് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് എലിവേഷനിൽ നല്ല ഡിസൈനുകളെല്ലാം കൊടുത്ത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. മതിലൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ഡിസൈൻ ആണ് എങ്കിൽ പോലും ആവശ്യത്തിന് നല്ല ടെക്സ്ചർ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഫോൾഡിംഗ് ആൻഡ് സ്ലൈഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് നിങ്ങൾ കണ്ടല്ലോ. നല്ല നമുക്ക് അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് എലിവേഷൻ വരുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കോബിൾ സ്റ്റോൺസും ടൈലും ഒക്കെ വിരിച്ചിട്ട് ഗ്രാസ് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് നമ്മൾ കടന്നു വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. നിങ്ങളുടെ ഒന്നാമത്തെ കാർ ഇവിടെ പാർക്ക് ചെയ്യാം. രണ്ടാമത്തെ കാറ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ നല്ലൊരു സ്പേസ് ഉണ്ട്. അവിടെയായിട്ട് നമുക്ക് രണ്ടാമത്തെ കാറും പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു കോർണർ പോർഷനിലൊക്കെ നന്നായിട്ട് വയ്ക്കാനായിട്ട് കുറച്ച് ഹൈറ്റിൽ ആ ഒരു വോളിനോട് ചേർന്ന് നല്ലൊരു പൊസിഷൻ കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. കവേഡ് കാർ പോർച്ചിന്റെ സൈഡ് നോക്കുവാണെങ്കിൽ പില്ലറിന്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ടൂ വീലർ വെക്കാനും നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വെക്കാൻ നല്ലൊരു സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കിണർ വരുന്നത്. വീടിന്റെ നോർത്ത് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. കിണറിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കിച്ചന്റെ ഒരു ഏരിയ ആണ് ഇവിടെ കാണുന്നത്. കിച്ചന്റെ ഡോർ ആണിത്. ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആണ് ഏരിയ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാനുള്ള കേജ് ഉണ്ട്. ഇവിടെ കുറച്ച് നോക്കുവാണെങ്കിൽ കോൺക്രീറ്റും ബാക്കിയുള്ളത് നമുക്ക് മെറ്റൽ ചിപ്പുമാണ് വിരിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ട് ഒക്കെ നല്ല ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ നിലത്തുള്ള ലാൻഡിനേക്കാളും നല്ലൊരു ഹൈറ്റിലാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഭംഗിയായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. പില്ലറിൽ ഡിസൈൻ വരുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഭാഗത്തെ റൂഫും കാർപോർച്ചിന്റെ അകത്തുള്ള റൂഫും നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറ് രണ്ട് പാളിയിൽ വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് ദർശനം വരുന്നത്. നമുക്ക് ഈ വീട്ടിൽ വലിയൊരു ലിവിംഗ് സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. 12.5, 11.5 ഫീറ്റ് ആണ് ലിവിംഗ് സ്പേസിന്റെ സൈസ്. നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ലെങ്ത്തും നല്ല വിഡ്ത്തും ഉള്ള ലിവിംഗ് സ്പേസ് ആണ്. രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ്. ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിൽ പാനലിംഗ് വർക്കുകളും വാൾപേപ്പറും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും വരുന്നുണ്ട്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഭംഗിയുള്ള കളർ കോമ്പിനേഷനുള്ള പെയിന്റിങ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഡൈനിങ് ഏരിയ ആണ്. താഴെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ആ വോൾ ഒന്ന് നോക്കിക്കോളൂ. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നത്. മുകളിലൊക്കെ പാനലിംഗും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു വൈബാണ് ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ. വി ഗാർഡനും ലൂക്കറിലും ഒക്കെ ആയിട്ടാണ് സ്വിച്ചസും കേബിളും ഒക്കെ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5, 10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നിറയെ വിൻഡോസ് കിട്ടുന്നുണ്ട്. ഫുട് ലാംപ്സ് വരുന്നുണ്ട്. ഈ ഒരു സൈഡിലുള്ള വോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയുള്ള ഡിസൈൻ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഗ്ലോസിംഗ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു വോൾ വരുന്നത്. റൂഫിലാണെങ്കിലും നല്ലൊരു ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ്സ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വുഡൻ കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ടൈലുകളുടെ കളർ കോമ്പിനേഷൻ ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്കൊക്കെ വരുന്ന ആ ഒരു സ്പേഷ്യസ് ആയ ഏരിയ നിങ്ങൾ കണ്ടോളൂ. വളരെ വൈഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ഒക്കെ വരുന്നത്. റൂഫ് ഒക്കെ നോക്കുവാണെങ്കിലും LED സ്ട്രിപ്പുകൾ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ 13.5, 10 ഫീറ്റ് ആണ് സൈസ് വരുന്നത്. ഇവിടെയായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് അവിടെ നിന്നാണ് വരുന്നത്. സ്റ്റെപ്പിലൊക്കെ ഗ്രാനൈറ്റ് കൊടുത്തിട്ട് ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്.
താഴെ കബോർഡുകളായിട്ടാണ് കംപ്ലീറ്റ് തിരിച്ചിരിക്കുന്നത്. അത് നല്ല ഡിസൈനോട് കൂടി തന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്കിൽ ഭംഗിയായിട്ട് കോപ്പർ ഡിസൈനിൽ നല്ലൊരു ടെക്സ്റ്റൈൽ വർക്ക് വരുന്നുണ്ട്. വാഷ് ബേസിനൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, നമ്മൾ അധികം കളർ നല്ലൊരു ഡിസൈനിലാണ് വരുന്നത്. വൈറ്റ് കളറുള്ള ഗ്രാനൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് 2 സ്റ്റെപ്പ് ആയിട്ട് ഇതുപോലെ ഭംഗിയായിട്ട് ഇവിടെ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനായിട്ടും നല്ലൊരു അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. താഴെ കംപ്ലീറ്റ് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മിററും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കിയാലും നല്ലൊരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിൽ ലൈറ്റ് ഫിറ്റിംഗ്സോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ കണ്ടോളൂ, ഓപ്പൺ കിച്ചൺ ആണ്. എൻട്രൻസിന്റെ മുകളിൽ ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. താഴെയുള്ള ഭാഗത്ത് പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. വൈറ്റ് ആൻഡ് വുഡൻ കളറാണ് മെയിൻ ആയിട്ട് വരുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നല്ല വൈറ്റ് കളർ ഡിസൈൻ തന്നെയാണ്. നമുക്ക് വിൻഡോസ് രണ്ട് സൈഡിൽ വരുന്നുണ്ട്. അതുകൂടാതെ കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിലും വൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ്. സിങ്കും പൈപ്പ് കണക്ഷൻ ഇവിടെയാണ്. റൂഫ് നിങ്ങൾ നോക്കിക്കോളൂ, നല്ല ഭംഗിയുള്ള ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് വലിയൊരു ക്യാബിനറ്റ് തന്നെ ഇതുപോലെ വലിയൊരു ഡോർ വെച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള പോയിന്റ് സ്പേസ് എല്ലാം ഇവിടെയാണ്. കിച്ചന്റെ വലിപ്പത്തെ എഫക്ട് ചെയ്ത് നമുക്ക് ഇവിടെ സേഫ് ആയിട്ട് ഫ്രിഡ്ജ് വെക്കാം. ഇവിടെ നിന്നാണ് പുറത്തേക്കുള്ള ഡോർ. നമുക്ക് അവിടെ ഓപ്പൺ ആണ് ഇപ്പോൾ സ്പേസ്. നിങ്ങൾക്ക് വർക്ക് ഏരിയ ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ നല്ലൊരു സ്പേഷ്യസ് ആയ ഏരിയ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ വരുന്ന വഴിക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നോക്കുവാണെങ്കിൽ ഫുഡ് ലാബ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡോർ ഉണ്ട്. അത് തുറന്നാൽ മുകളിലേക്ക് സ്റ്റെയർകേസ് ആണ്, ടെറസിലേക്ക് പോകാനുള്ള വഴിയാണ്. നേരെ വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലാണ്. ഈ ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ വരുമ്പോൾ വിസിബിൾ ആയിട്ടുള്ളത് ഈ ഒരു വലിയ വോളാണ്. നമുക്ക് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം തന്നെ ഇവിടെ ചെയ്യാവുന്നതാണ്. ഭംഗിയായിട്ടുള്ള സ്റ്റൈൽ ആയിട്ടാണ് വാൾപേപ്പർ ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാൾ ഇങ്ങനെ സ്പേഷ്യസ് ആയിട്ട് നല്ലൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ വരികയാണ്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വാഷ് ബേസിനുള്ള പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വാഷ് ബേസിൻ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇവിടെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള ലൈറ്റ് ഷെയ്ഡിലാണ് കളർ കോമ്പിനേഷൻസ് വരുന്നത്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ടോട്ടലി കാണാൻ പോകുന്നത്. 12-10.5 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കം യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് റൂം തന്നെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. വാർഡ്രോബ്സും ഡ്രസ്സിംഗ് ടേബിളും എല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂഫ് ആണെങ്കിലും സിമ്പിൾ ആയ ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടലി മൂന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. 14-10 ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് 3 വിൻഡോസ് കാണാം. ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ നല്ല ഡിസൈനിലാണ് വോൾ ചെയ്തിരിക്കുന്നത്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും കൂടെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 12.5-10.5 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. അവിടെ നിങ്ങൾക്ക് വിൻഡോസ് വരുന്നുണ്ട്. അതിനടുത്തായിട്ട് ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും കൂടെ ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ വിൻഡോ വേറെയും കിട്ടുന്നുണ്ട്. റൂഫിൽ എയർ ഹോളും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സിമ്പിൾ ആയിട്ട് ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ബാത്റൂം ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോർ തുറന്നാൽ നമ്മൾ നേരെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. വലിയൊരു ബാൽക്കണി തന്നെയാണ്. ഇതുപോലെ ഒരു പോർഷൻ വരുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ടും കംപ്ലീറ്റ് റൂഫ് കവർ ചെയ്ത് ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. റൂഫിൽ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും അതുപോലെ തന്നെ LED ലൈറ്റ് സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മാർബിൾ ഹോംസ് ഇന്ന് പരിചയപ്പെടുത്തിയ ഈ ഒരു വീടിന്റെ ലൊക്കേഷൻ ആണ് ഇമ്പോർട്ടൻസ്. എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിയിൽ നിന്ന് വെറും 450 മീറ്റർ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ബസ് ഇറങ്ങേണ്ട നോക്കണ്ട, കാരണം ബസ് റൂട്ടിന് വളരെ അടുത്താണ്. നമുക്കൊന്ന് ജംഗ്ഷനിലേക്കൊക്കെ പോകണമെങ്കിൽ പുക്കാട്ടുപടിയിലേക്കൊക്കെ വെറും 450 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ബസ് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഒട്ടും നടക്കണ്ട. വെറും 150 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിൽ നിന്ന് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിങ്ങളുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. വെൽ വാട്ടർ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ വീട് നിങ്ങൾക്ക് ഇപ്പോൾ 82 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ സ്വന്തമാക്കാം. 82 ലാക്സ് എന്നുള്ള പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് ഫെസിലിറ്റിയിലും ഈ വീട് വാങ്ങണമെങ്കിൽ മാർബിൾ ഹോംസ് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വിളിക്കുമ്പോൾ കോൾ പിക്ക് ചെയ്തില്ല എങ്കിൽ
ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഇതുപോലെ ഭംഗിയുള്ള വീഡിയോയുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.